കഴിഞ്ഞ് 4 എണ്ണം കഴിഞ്ഞ് എയർ മാസുകൾ 4 ടൈപ്പ് എയർ മാസുകൾ നമ്മൾ പറഞ്ഞു. സോഴ്സ് റീജിയന്റെ അടിസ്ഥാനത്തിൽ 5 ആയിട്ട് തരംതിരിക്കുന്നതിനകത്ത് 4 എണ്ണം കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ഏതാണ്? ഹായ് ഓൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എയർ മാസസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന ടോപ്പിക്കാണ്. മലയാളത്തിൽ പറഞ്ഞാൽ വായു സഞ്ചയങ്ങളും വാതമുഖങ്ങളും. മലയാളം പേര് കേട്ടൊന്നും പേടിക്കേണ്ട, സിമ്പിൾ ടോപ്പിക്കാണ്. ആദ്യം എന്താണ് എയർ മാസ് എന്ന് ഞാൻ പറയാം, അത് കഴിഞ്ഞ് എയർ ഫ്രണ്ട് എന്താണെന്ന് പറയാം. ആദ്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. നോക്കി, ഒരു പ്ലെയിൻ, ഒരു സമതല പ്രദേശം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എടുക്കാം, ഉത്തര മഹാസമുദ്രം. സമ്മർ സീസൺ, നല്ല ചൂട് കാലമാണേ. എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? മഴയില്ല, നല്ല ചൂടാണ്. അപ്പം അതിന് മുകളിലുള്ള എയർ ദീർഘകാലം അതിന് മുകളിൽ നിലനിൽക്കുന്ന എയറിലേക്ക് ഈ ഗ്രൗണ്ടിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ സ്വഭാവം ഈ എയറിലേക്ക് കലരപ്പെടും അല്ലെങ്കിൽ പകരപ്പെടും അല്ലേ? അത്യാവശ്യം ഒരു ഹോട്ട് എയറായി ഇത് മാറും. ഇത് മൊത്തം, ഇതിനാണ് നമ്മൾ ഹോട്ട് എയർ മാസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഉദാഹരണത്തിന് ഒരു സമുദ്രം, സമുദ്രത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അത്യാവശ്യം തണുപ്പുള്ള സമുദ്രമാണെന്ന് വിചാരിച്ചോ, തണുത്ത സമുദ്രമാണെന്ന് വിചാരിച്ചോ. കുറേ കാലം അതിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എയറിന് എന്ത് സംഭവിക്കും? അത് കോൾഡ് എയറായി മാറും. കാരണം എന്നാ? ഈ താഴെയുള്ള സമുദ്രം എന്താണ്? കോൾഡാണ്. അതുകൊണ്ട് അതിന് മുകളിലുള്ള എയർ കോൾഡായി മാറും. ഇങ്ങനെയുള്ള വലിയ ഹ്യൂജ് മാസ് ഓഫ് എയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എയർ മാസസ് എന്ന് വിളിക്കുന്നത്. ഒരു ഹോമോജീനസ് ഏരിയയ്ക്ക് മുകളിലുള്ള അതായത് ഒരേപോലെയുള്ള പർവ്വതവും താഴ്വരയും പോലെ വളരെ ഡിഫറൻസ് ഉള്ള എന്താണ് റഗ്ഡ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കരുത്. വളരെ നിരപ്പായ അല്ലെങ്കിൽ ഒരേപോലെയുള്ള, മനസ്സിലായോ? ഒരേപോലെയുള്ള ഹോമോജീനസ് ആയിട്ടുള്ള സർഫസുകൾക്ക് മുകളിലുള്ള ഹ്യൂജ് എയർ മാസുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ എയർ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എയർ മാസസ് എന്ന് വിളിക്കുന്നത്. ഇനി ഏതെങ്കിലും സമയത്ത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ കാറ്റുകളൊക്കെ ശക്തമാവുന്ന സമയത്ത് ഒരു കോൾഡ് എയർ മാസ് അതൊക്കെ ഒരു ഹോട്ട് എയർ മാസിന് അടുത്തേക്ക് നീങ്ങുന്നു എന്ന് വിചാരിച്ചു. എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ കൂട്ടിമുട്ടും. ഇവിടെ ഒരു അതിർത്തി ഉണ്ടാവും, ഒരു 3 ഡയമെൻഷണൽ സ്പേസ്, ഒരു അതിർത്തി അല്ലെ, ഒരു നിശ്ചിത ഉയരം, വീതി, നീളമുള്ള ഒരു അതിർത്തി രൂപം കൊള്ളും. ഈ അതിർത്തിനെ നമ്മൾ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. 2 എയർ മാസുകളുടെ അതിർത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഇന്ന് ടോപ്പിക്ക് ഏതൊക്കെയാണ് ഭൂമിയിൽ പ്രധാനപ്പെട്ട എയർ മാസസ്, ഏതൊക്കെയാണ് ഭൂമിയിൽ പ്രധാനപ്പെട്ട ഫ്രണ്ടുകൾ എന്ന് മാത്രം നമ്മൾ നോക്കുന്നു. സിമ്പിൾ. ക്ലാസ്സിലേക്ക് വരുന്നു. ആദ്യം എയർ മാസ്. വെൻ ദ എയർ റിമെയിൻസ് ഓവർ എ ഹോമോജീനസ് ഏരിയ, ഞാൻ പറഞ്ഞു ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ, ഇതിനൊക്കെ നമുക്കൊരു ഹോമോജീനസ് ഏരിയ എന്ന് വിളിക്കാം. കാരണം ആ സർഫസ് മുഴുവൻ ഒരേപോലെയല്ലേ. ഒരു മൗണ്ടനും വാലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു സർഫസ് ആയിരിക്കുമോ ഇവിടുത്തെ സർഫസ്? അല്ല, വ്യത്യസ്ത ഉയരവും സ്വഭാവമുള്ള സർഫസുകളായിരിക്കും. സോ അതൊരു ഹെട്രോജീനസ് ആണ് സർഫസ്. ഇവിടെ ഒരു ഹോമോജീനസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഓഷ്യനൊക്കെ ആകാം കേട്ടോ. അപ്പം അതിന് മുകളിൽ ദീർഘകാലം നിലനിൽക്കുന്ന സഫിഷ്യൻ്റ്ലി ലോങ്ങർ ടൈം കേട്ടോ, ദീർഘകാലം നിലനിൽക്കുന്ന എയറിന് ഇറ്റ് അക്വയേഴ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് ഏരിയ. ആ ഏരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ ആ എയറിലേക്ക് അതൊക്കെ അത് അക്യൂർ ചെയ്യും. ദ ഹോമോജീനസ് ഏരിയ അല്ലെങ്കിൽ റീജൻസ് ക്യാൻ ബി ദ വാസ്റ്റ് ഓഷ്യൻ സർഫസ് ഓർ വാസ്റ്റ് പ്ലെയിൻസ്. വിശാലമായ സമുദ്ര ഉപരിതലങ്ങളോ വിശാലമായ പ്ലെയിൻസോ സമതലങ്ങളോ ആകാം ഏത് ഈ പറഞ്ഞ ഹോമോജീനസ് റീജിയൻസ്. ദ എയർ വിത്ത് ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇസ് കോൾഡ് ആൻ എയർ മാസ്. ഉണ്ടോ? ഇത്തരത്തിൽ ടെമ്പറേച്ചറിന്റെ ഹ്യൂമിഡിറ്റിയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഒരു എയർ മാസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എയറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ മാസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ ആ എയർ മാസിന് ടെമ്പറേച്ചറിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സവിശേഷത എന്ത് കാണും? ആ എയറിന് കാണും. ഞാൻ പറഞ്ഞു നേരത്തെ, തണുത്ത കടലിന് മുകളിലുള്ളത് അല്ലെങ്കിൽ തണുത്ത മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്ന കരയ്ക്ക് മുകളിലുള്ള എയർ എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരിക്കും? കോൾഡ് എയർ മാസ് ആയിരിക്കും. ഉണ്ടോ? ടെമ്പറേച്ചറിന്റെ ഒരു സവിശേഷത അതിനുണ്ട്. ആ ഒരു പ്രദേശത്തിന്റെ ടെമ്പറേച്ചറിന്റെ സവിശേഷത അതിലേക്ക് കൈവരും. ക്ലിയർ അല്ലേ? ഇനി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് എയർ മാസിനെ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലാർജ് ബോഡി ഓഫ് എയർ. കണ്ടോ? ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ ലാർജ് ബോഡി ഓഫ് എയർ. ഞാൻ പറഞ്ഞു നേരത്തെ ക്ലാസിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചു, ലാർജ് ബോഡി ഓഫ് എയർ ഹാവിംഗ് ലിറ്റിൽ ഹൊറിസോണ്ടൽ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ. എന്താണ് ഈ പറഞ്ഞേക്കുന്നത്? ഈ എയറിന്റെ ടെമ്പറേച്ചറിന്റെയും മോയ്സ്ചറിന്റെയും ഹൊറിസോണ്ടൽ വേരിയേഷൻ, ഇതാണല്ലോ, ഇതല്ലേ ഹൊറിസോണ്ടൽ വേരിയേഷൻ. ഇത് വളരെ 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 ലിമിറ്റഡ് ആയിരിക്കും, ലിറ്റിലായിരിക്കും, കുറവായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ഈ ഭാഗത്തുണ്ടെങ്കിൽ എയർ മാസിന്റെ ഈ ഭാഗത്ത് ഒരു 34 33 കാണും. അല്ലാതെ ഭീകരമായിട്ട് ഒരിടത്ത് കുറയുകയോ ഒരിടത്ത് ഭീകരമായിട്ട് കൂടി നിൽക്കുകയോ ചെയ്യത്തില്ല. അതുപോലെ ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഈ ഭാഗത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു 70% ആണെങ്കിൽ ഈ ഭാഗത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു 65 അല്ലെങ്കിൽ 68 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 70 ആയിരിക്കും. അത് ഹ്യൂമിഡിറ്റിയിലോ ഈ പറഞ്ഞ ടെമ്പറേച്ചറിലോ ഭീകരമായ വ്യത്യാസം, പ്രത്യേകിച്ച് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വ്യത്യാസം ഇവിടെ ഉണ്ടാവത്തില്ല. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ട്രോപ്പിക്കൽ
ടെമ്പറേറ്റ് സോണുകളുടെയൊക്കെ അതൊക്കെ എന്താണെന്നോ വാക്കുകളൊക്കെ എന്താണെന്ന് പരിചയപ്പെടണം. ഈ സോളാർ റേഡിയേഷൻ ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങൾ, സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഭൂമിയിലെ സ്ഥലങ്ങൾ, അത് 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ തൊട്ട് 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയാണ്. എവിടെ നിന്ന് തുടങ്ങി? ഭൂമധ്യരേഖയിൽ നിന്ന് തുടങ്ങി, 0 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങി. കണ്ടോ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ തൊട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ എന്ന് മലയാളത്തിൽ പറയും. അവിടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? പ്രധാനമായിട്ടും നല്ല ചൂട് ലഭിക്കുന്നത്. ഈ സ്ഥലത്തെയാണ് നമ്മൾ ട്രോപ്പിക്കൽ സോൺ എന്ന് വിളിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ. അതിന് മുകളിലോട്ട് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ തൊട്ട് ഏകദേശം ഒരു 66 ഡിഗ്രി, അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ തൊട്ട് ഒരു 66 ഡിഗ്രി. നമ്മളതിനെ ആർട്ടിക് സർക്കിൾ എന്നും, ഈ ഭാഗം ആർട്ടിക് സർക്കിൾ എന്നും താഴെ അന്റാർട്ടിക് സർക്കിൾ എന്നും വിളിക്കുന്നത്. ഇത്രയും സ്ഥലത്തെയാണ് നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കുന്നത്. ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കുന്നത്. ഇനി അതിന് മുകളിലോട്ട് നമ്മുടെ ധ്രുവങ്ങൾ, നോർത്ത് പോളും ഈ പറഞ്ഞ ഇവിടുന്ന് ഈ ആർട്ടിക് സർക്കിളിൽ നിന്ന് നോർത്ത് പോളും, അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിളിൽ നിന്ന് സൗത്ത് പോളും വരെയുള്ള സ്ഥലമില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ സോൺ. പോളാർ സോണിന് മറ്റൊരു വാക്ക് ഫ്രിജിഡ് സോൺ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ട്രോപ്പിക്കൽ സോണിന് ടോറിഡ് സോൺ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ചിലപ്പോൾ സബ് ട്രോപ്പിക്കൽ എന്ന വാക്ക് നിങ്ങൾ ഇനി കണ്ടെന്ന് വരാം. എന്താണ് സബ് ട്രോപ്പിക്കൽ? ഈ ട്രോപ്പിക്കൽ സോണിൽ നിന്ന് മുകളിലേക്ക് ഒരു ഏകദേശം ഒരു 30-35 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളെയാണ്. ഇത്രയും കണ്ടോ? ട്രോപ്പിക്കൽ സോണിൽ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി മുകളിലേക്ക് ഒരു 30-35 ഡിഗ്രി വരെയുള്ള അത്യാവശ്യം ചൂടുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. കാരണം മിക്കവാറും നിങ്ങൾ ഈ സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന വാക്ക് ഇനി കേട്ടെന്ന് വരാം. ഇനി എവിടെയാണ് എല്ലായിടത്തും എയർ മാസസ് ഉണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും എയർ മാസസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വാം എയർ മാസ്, ഇവിടെ ഒരു വാം എയർ മാസ്, ഈ ഭാഗത്തും ഒരു വാം എയർ മാസ്, ഇവിടെയൊക്കെ ഏകദേശം താരതമ്യേന വാം എയർ മാസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? കോൾഡ് എയർ മാസ് ആയിരിക്കും. ഈ പറഞ്ഞ ആർട്ടിക്, അന്റാർട്ടിക് റീജിയനിലൊക്കെ എന്തായിരിക്കും? കോൾഡ്, വളരെ കോൾഡ് ആയിട്ടുള്ള എയർ മാസ് ആയിരിക്കും. താരതമ്യേന നല്ല ചൂടുള്ള, നല്ല തണുത്ത എയർ മാസ് ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചൂട് പിടിച്ചതിന് ഇവിടെ ചൂട് പിടിച്ച ഒരു എയർ മാസ് ഉണ്ട് ഈ ഭാഗത്തായിട്ട്. കാരണം ഇത് സബ് ട്രോപ്പിക്കൽ റീജിയൻ അടുത്തുള്ള പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് തണുത്ത എയർ മാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും എയർ ഫ്രണ്ട് കാണാൻ സാധ്യതയുള്ളത് ടെമ്പറേറ്റ് റീജിയനിലായിരിക്കും. ഈ ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടില്ലേ, ഇവിടെ ആയിരിക്കും എപ്പോഴും വാതമുഖങ്ങൾ, അതായത് വ്യത്യസ്ത താപനിലയുള്ള എയർ മാസുകൾ കൂടിച്ചേരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൂടിച്ചേർന്ന് കാണപ്പെടുന്ന മേഖലകൾ എപ്പോഴും എവിടെയായിരിക്കും ഉള്ളത്? പറ, എവിടെയായിരിക്കും ഉള്ളത്? ഈ പറഞ്ഞ ടെമ്പറേറ്റ് സോണിലായിരിക്കും. ട്രോപ്പിക്കൽ സോണിൽ, ഈ പറഞ്ഞ ട്രോപ്പിക്കൽ സോണിൽ എയർ ഫ്രണ്ടുകൾ കാണാൻ സാധ്യത കുറവാണ്. കാരണം എന്നാ? ഇവിടെ തന്നെ ഈ ഭാഗത്തുള്ളതും വാം എയർ മാസ്, ഇവിടെയുള്ളതും വാം എയർ മാസ്, ഇവിടെയുള്ളതും വാം എയർ മാസ്, ഇവിടെ എല്ലാം ഉള്ളത് എന്താണ്? വാം എയർ മാസ് ആണ്. സോ വാം എയർ മാസും തമ്മിൽ കൂടിച്ചേരത്തില്ല. വ്യത്യസ്ത താപനിലയുള്ള ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എയർ മാസുകൾ തമ്മിലാണ് പരസ്പരം കൂടിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഒരു കോൾഡ് എയർ വാം എയർ, ഒന്നെങ്കിൽ ഒരു കോൾഡ് എയർ വാം എയറിലേക്ക് ചെന്നിടിക്കും, അല്ലെങ്കിൽ ഒരു വാം എയർ കോൾഡ് എയറിലേക്ക് ചെന്നിടിക്കും. അല്ലാതെ ഈ പറഞ്ഞ ഇവിടെയുള്ള രണ്ട് വാം എയറുകൾ തമ്മിൽ കൂടിച്ചേരാനുള്ള സാധ്യതയില്ല. സോ എയർ ഫ്രണ്ടുകൾ കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് ടെമ്പറേറ്റ് റീജിയനിലായിരിക്കും, ഭൂമിയിലെ ടെമ്പറേറ്റ് റീജിയൻ. ഇനി ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ്, പോളാർ ഒക്കെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുമ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തോണം. ഇവിടെ ഞാനൊരു എയർ മാസ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു എയർ മാസാണ്. ഈ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഒരു എയർ മാസാണ്. ഹോട്ട് ആൻഡ് ഡ്രൈ എന്ന് എഴുതിയേക്കുന്ന റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഒരു എയർ മാസാണ്. ഓക്കെ, ഇവിടെ ഈ ഓറഞ്ച് കളറിലുള്ളത് പസഫിക് ഓഷൻ ആണ്. പസഫിക് ഓഷൻ, ഇത് പസഫിക് ഓഷൻ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ലപോലെ മോയിസ്ചർ ഉണ്ട്. മോയിസ്ചർ ഉള്ള എയർ മാസാണ്. ഈ കാണിച്ചേക്കുന്ന മെക്സിക്കോ, അമേരിക്ക ആ ഒരു ഭാഗമൊക്കെയാണ് നോർത്ത് അമേരിക്കയുടെ. സോ ഇവിടെയുള്ള ഒരു മരുഭൂമിക്ക് സമാനമായ പ്രദേശമാണ്. സോ അതിന് മുകളിലുള്ള എയർ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആണ്. മോയിസ്ചർ ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ മാസാണ്. അപ്പോൾ എയർ മാസ് എന്താണെന്ന് നിങ്ങൾ കണ്ടു. ഇനി എന്താണ് എയർ ഫ്രണ്ട്? ഒരു കോൾഡ് എയർ മാസ് പതുക്കെ ഒരു വാം എയർ മാസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, പതുക്കെ അതിനെ അങ്ങോട്ട് അത് തള്ളുന്നു, കോൾഡ് എയർ മാസ്. ഈ വാം എയർ മാസ് ഇരുന്ന സ്ഥലം അത് ഒക്യുപ്പൈ ചെയ്യുന്നു, കോൾഡ് എയർ മാസ്. കണ്ടോ? അങ്ങോട്ട് തള്ളുന്നു എന്നുള്ള സൂചനയാണ്. സിംബോളിക് ആയിട്ട് കാണിച്ചേക്കുന്നതാണ് ഈ ഒരു റെക്ടാങ്കിൾ, ഒരു ആരോ കണ്ടോ? ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കണ്ടോ? ഒരു നീല കളർ. അത് അങ്ങോട്ട് കോൾഡ് എയർ മാസ് വാം എയർ മാസിലേക്കാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. അതിനെയാണ് അങ്ങോട്ട് തള്ളുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൃത്യമായിട്ടുള്ള സിംബോളിക്കിൽ അത് കാണിച്ചേക്കുന്നതാണ് അത്. കേട്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് എയർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു അതിർത്തി കണ്ടോ? ഇതാണ് ഒരു എയർ ഫ്രണ്ട്. ആ ഒരു നീല കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന പ്രദേശമാണ് രണ്ട് എയർ മാസുകളുടെ കൺവേർജൻ സോൺ അല്ലെങ്കിൽ അതിർത്തി എന്നറിയപ്പെടുന്ന എയർ ഫ്രണ്ട്. അപ്പോൾ എന്താണ് ഒരു എയർ മാസ് എന്നും അല്ലെങ്കിൽ വ്യത്യസ്ത താപനിലയുള്ള എയർ മാസ് എന്താണെന്നും എന്താണ് ഒരു എയർ ഫ്രണ്ട് എന്നും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഭൂമിയിലെ എയർ മാസുകളെ 5ആയി തരംതിരിക്കാം. നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നു ഭൂമിയിലെ എയർ മാസുകളെ എത്രയായി തരംതിരിക്കാം? എയർ മാസുകളെ, എയർ ഫ്രണ്ട് അല്ല, എയർ ഫ്രണ്ട് വരുന്നതേ ഉള്ളൂ, എയർ മാസ് ആദ്യം പഠിക്കാം. എയർ മാസുകളെ 5ആയി തരംതിരിക്കുന്നു.
എങ്ങനെയൊക്കെയാണ്? ഒന്ന്, വാം ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഓഷ്യൻസ് മുകളിലുള്ള എയർ മാസ്. അതായത് ചൂട് പിടിച്ച ട്രോപ്പിക്കൽ ഉഷ്ണമേഖല, സബ് ട്രോപ്പിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, അതിന് മുകളിലുള്ള ഉപോഷ്ണ മേഖല എന്ന് മലയാളത്തിൽ പറയും. ഉഷ്ണമേഖലയ്ക്ക് അടുത്തുള്ള അത്യാവശ്യം ചൂടുള്ള ഒരു മേഖല, അതിന് മുകളിലുള്ള ഓഷ്യൻസ്. അതുപോലെ തന്നെ സബ് ട്രോപ്പിക്കൽ ഹോട്ട് ഡെസേർട്സ്, നല്ല ചൂടുള്ള ഉഷ്ണമേഖല മരുഭൂമികൾ, അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ നമ്മുടെ സഹാറയൊക്കെ ഉൾപ്പെടെയുള്ള പ്രദേശം, ഇറാനിയൻ ഡെസേർട്ട്, സഹാറ ഡെസേർട്ട്, അറേബ്യൻ ഡെസേർട്ട്, അതൊക്കെയാണ് സബ് ട്രോപ്പിക്കൽ ഡെസേർട്സ് എന്നറിയപ്പെടുന്നത്. അതിന് മുകളിലുള്ള എയർ മാസ്. പിന്നെ അത്യാവശ്യം റിലേറ്റീവ്ലി കോൾഡ്, അത്യാവശ്യം തണുപ്പുള്ള ഹൈ ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശങ്ങൾ, ഉയർന്ന അക്ഷാംശങ്ങൾ, അത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോളാർ റീജിയൻ അടുത്തുള്ള കടലിന് മുകളിലുള്ള തണുത്ത എയർ മാസ്. അതുപോലെ തന്നെ അത്യാവശ്യം തണുത്ത ഭൂഖണ്ഡങ്ങൾക്ക് മുകളിലുള്ള കോൾഡ് എയർ മാസ്. അതും കോൾഡ് എയർ മാസ് തന്നെയാണ്. ഭൂഖണ്ഡങ്ങൾക്ക് മുകളിലുള്ള കോൾഡ് എയർ മാസ്, സമുദ്രങ്ങൾക്ക് മുകളിലുള്ള കോൾഡ് എയർ മാസ്. ഇതോ ആദ്യം പറഞ്ഞേ, ഉഷ്ണമേഖലയിലെ ചൂടുള്ള കടലിന് മുകളിലുള്ള എയർ മാസ്, ഇനി ഉഷ്ണമേഖലയിലെ മരുഭൂമികൾ, കോണ്ടിനെന്റ്സിന്റെ മുകളിലുള്ള എയർ മാസ്. മൊത്തം 4 പറഞ്ഞു. ഇനി പെർമനന്റ്ലി വർഷം മുഴുവൻ ഐസാൽ മൂടപ്പെട്ട് കിടക്കുന്ന കോണ്ടിനെന്റ്സ് ഉണ്ടല്ലോ, ആർട്ടിക്, അന്റാർട്ടിക് മേഖലയിലെ എയർ മാസ്. ഇങ്ങനെ 5 എയർ മാസുകളെ തരംതിരിക്കാം ഭൂമിയിലെ. എല്ലാം പിടി കിട്ടിയോ? ഇത് ഹോമോജീനസ് സർഫസസ് ഓവർ വിച്ച് ദ എയർ മാസസ് ഫോം ആർ കോൾഡ് സോഴ്സ് റീജിയൻ. എന്താണ് സോഴ്സ് റീജിയൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ ഒരു ഹോമോജീനസ് റീജിയനെ പറ്റി പറഞ്ഞില്ലായിരുന്നു, ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഓഷ്യനെ പറ്റി പറഞ്ഞില്ലായിരുന്നു, അതിന്റെ മുകളിലല്ലേ എയർ മാസ് ഉള്ളത്. ഈ ഹോമോജീനസ് റീജിയനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് സോഴ്സ് റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എയർ മാസുകളുടെ സോഴ്സ് റീജിയനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എയർ മാസുകളുടെ ഭൂമിയിലെ പ്രധാനപ്പെട്ട സോഴ്സ് റീജിയനുകളാണ് നിങ്ങൾ കണ്ടത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം, അതിന്റെ പേരുകളൊക്കെ എങ്ങനെ കൊടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നോക്കിക്കേ, പ്രധാനമായിട്ടും ഈ സോഴ്സ് റീജിയനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എയർ മാസുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എമ്മും അതുപോലെ തന്നെ സിയും തുടങ്ങിയ 2 സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. എമ്മും എന്താണ്, സിയും. മനസ്സിലായോ? എം എന്ന് പറഞ്ഞാൽ കടല്, മാരിടൈം എന്നാണ് എം. സി എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റ്. സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ ഈ എമ്മിന്റെയും ഈ പറഞ്ഞ സിന്റെയും കൂടെ നമ്മൾ എന്തൊക്കെ വേറെ ഏതൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് അറിയാമോ? നമ്മൾ ടി ഉപയോഗിക്കും. ടി എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ. പി ഉപയോഗിക്കും, പോളാർ, അത്യാവശ്യം തണുപ്പുള്ള. എ ഉപയോഗിക്കും, അന്റാർട്ടിക് അല്ലെങ്കിൽ ആർട്ടിക്. മനസ്സിലായല്ലോ? ഇനി ഇവരെ ക്ലബ് ചെയ്ത് ഇവിടെ കൊടുത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യം എമ്മിനെയും ടിനെയും ക്ലബ് ചെയ്തേക്കുന്നു. അതാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞത്. എം, ടി, ഇത് കണ്ടോ, നോക്ക്, ഈ പച്ച നിറത്തിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് നല്ല ഭൂമിയിലെ ചൂടുള്ള മേഖലയാണല്ലോ അത്. ട്രോപ്പിക്സിനകത്ത് വരുന്ന, ട്രോപ്പിക്സ് അല്ലെങ്കിൽ സബ് ട്രോപ്പിക്സിനകത്ത് വരുന്ന കടലിന് മുകളിലുള്ള ഉഷ്ണ എയർ മാസ്, ചൂടുള്ള വാം എയർ മാസിനാണ് ഈ എം ടി എന്നുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി ഈ പറഞ്ഞ സിനെയും ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നു. എന്താണ് സിയും ടിയും കൂടെ കമ്പൈൻ ചെയ്താൽ സി ടി വരും അല്ലെ? സി ടി എവിടെ നോക്കി, തൊട്ടടുത്ത് തന്നെ കണ്ടോ, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി, അറേബ്യൻ മരുഭൂമി തുടങ്ങിയ ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ട്രോപ്പിക്കൽ റീജിയണിലെ കരഭാഗങ്ങൾ, പ്രത്യേകിച്ച് മരുഭൂമികൾക്ക് മുകളിലുള്ള വാം എയർ മാസ്, ഉഷ്ണ വായു സഞ്ചയം, വാം എയർ മാസ്. കണ്ടില്ലേ? അപ്പോൾ എം ടിയും അതുപോലെ തന്നെ സി ടിയും എന്താണെന്ന് നിങ്ങൾ കണ്ടു. എം ടിയും സി ടി എവിടെയാണെന്ന് കണ്ടു. എം ടി എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. ഇതാണ് എം ടി, ഉണ്ടോ? ഇതുണ്ട് എം ടി. കാരണം എന്നാ, ഉഷ്ണമേഖലയിലെ കടലിന് മുകളിലുള്ള ചൂട് എയർ മാസ് ആണ് അല്ലെ, വാം എയർ മാസ് ആണ്. ഇതിന്റെ ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ ഇവിടെ എം ടി, ഇവിടെ ഉണ്ട്. ഇനി സി ടി എവിടെയൊക്കെ ഉണ്ട്? മരുഭൂമികൾക്ക് മുകളിൽ. അതിന്റെ ഇവിടെ ആഫ്രിക്ക തൊട്ട് അറേബ്യൻ മരുഭൂമി തൊട്ട് നമ്മുടെ താർ മരുഭൂമി വരെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന പ്രദേശം. അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ ഓസ്ട്രേലിയയുടെ ഈ വിക്ടോറിയൻ ഡെസേർട്ട്, ഈ ഭാഗം കണ്ടോ, ഇത് രണ്ടും സി ടി ആണ്. എന്ന് വെച്ചാൽ കോണ്ടിനെന്റൽ ട്രോപ്പിക്കൽ എയർ മാസ്. സി ടി എന്ന് വെച്ചാൽ കോണ്ടിനെന്റൽ ട്രോപ്പിക്കൽ എയർ മാസ്. എം ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷ്യാനിക് ട്രോപ്പിക്കൽ, മാരിടൈം ട്രോപ്പിക്കൽ എയർ മാസ് കേട്ടോ, മാരിടൈം ട്രോപ്പിക്കൽ. ക്ലിയറേ? അപ്പൊ ഏതൊക്കെ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ നമ്മളിപ്പോ പറഞ്ഞു? ഈ 5 ഏതൊക്കെ പറഞ്ഞു? ഒന്നാമത്തെ പറഞ്ഞു വാം ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഓഷ്യൻസ്. വാം ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഓഷ്യൻസ് ഏതാ ഉപയോഗിച്ചത്? എം, സ്മോൾ ലെറ്റർ എമ്മും ടിയും. പിന്നെ ഏത് പറഞ്ഞു? സബ് ട്രോപ്പിക്കൽ ഹോട്ട് ഡെസേർട്സ് ഏതൊക്കെ ഉപയോഗിച്ചു? കോണ്ടിനെന്റ് ആയതുകൊണ്ട് സിയും, ട്രോപ്പിക്കൽ ആയതുകൊണ്ട് ടിയും. ഇനി നമുക്ക് പറയാനുള്ള അടുത്ത 2 ഇത് രണ്ടുമാണ്. ഏതൊക്കെയാണ്? റിലേറ്റീവ്ലി കോൾഡ് ഓഷ്യൻസ് അല്ലെ, അതുപോലെ തന്നെ ഓഷ്യൻസിന്റെ മുകളിലുള്ള, തണുത്ത ഓഷ്യൻസിന്റെ മുകളിലുള്ള എയർ മാസും, അതുപോലെ തന്നെ തണുത്ത കോണ്ടിനെന്റ്സിന്റെ മുകളിലുള്ള എയർ മാസും. ഏതൊക്കെ ലെറ്റേഴ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് അറിയാവോ? പറയാവോ? ഒന്ന് എം തന്നെ ഉപയോഗിക്കും. മാരിടൈം ആയതുകൊണ്ട്, ഓഷ്യൻ ആയതുകൊണ്ട് എം ഉപയോഗിക്കും. തണുത്തത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ടി ആണോ പി ആണോ? ടി ഉപയോഗിക്കും. ഇനി കോണ്ടിനെന്റ്സ്, തണുത്ത കോണ്ടിനെന്റ്സിന്റെ മുകളിലുള്ള എയർ മാസ് ഏതാ ഉപയോഗിക്കുന്നത്? അവിടെ സി ആ ഉപയോഗിക്കേണ്ടത്.
മാരിടൈം അല്ല, കോണ്ടിനെന്റ് അല്ലേ, അപ്പൊ സി. ക്യാപിറ്റൽ ലെറ്റർ ഏത് ഉപയോഗിക്കും? പി ഉപയോഗിക്കും. പോളാർ. കണ്ടോ? പോളാർ ഉപയോഗിക്കും. കണ്ടോ? ഇവിടെ രണ്ടും പോളാർ. നമുക്ക് ഇനി എം പിയും സി പിയാണ് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ടി വന്നത്? ഉഷ്ണമേഖല ആയതുകൊണ്ട് ടി, ട്രോപ്പിക്സ് അല്ലെ. ഇവിടെ പി വന്നത് തണുപ്പുള്ള മേഖല ആയതുകൊണ്ട് പോളാർ. അപ്പം എം പിയും സി പിയും എവിടെ നമുക്ക് നോക്കാം. നോക്ക്, സിമ്പിളാണ്. ഇത്രയും എളുപ്പമുള്ളൊരു മേഖലയില്ല പഠിക്കാനായിട്ട് നമുക്ക്. ഇത് കേട്ടോ, എം പി കണ്ടോ, താരതമ്യേന തണുത്ത ഓഷ്യൻസിന് മുകളിലുള്ള എയർ മാസ് എം പി. അപ്പോൾ സി പി എവിടെ വരും? ദേ നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗത്ത്, നമ്മുടെ കാനഡയുടെയൊക്കെ ഭാഗം. താരതമ്യേന തണുത്ത കോണ്ടിനെന്റ്സിന് മുകളിലുള്ള എയർ മാസ്. വീണ്ടും ഇവിടെ സി പി വരുന്നുണ്ട്. then ഇവിടെ റഷ്യ, സൈബീരിയൻ മേഖല, ഇവിടെ മുഴുവൻ കണ്ടോ, ഇതൊരു വലിയ എയർ മാസാണ്. താരതമ്യേന തണുത്ത് കിടക്കുന്ന കോണ്ടിനെന്റ് ആയിട്ടുള്ള റഷ്യയുടെ ആ ഒരു കിഴക്കോട്ടുള്ള പ്രദേശങ്ങൾ, അവിടെ സി പി എന്ന ലെറ്റർ ഉപയോഗിച്ച് കോണ്ടിനെന്റ് സൂചിപ്പിക്കാൻ വേണ്ടി സിയും, പോളാർ റീജിയനെ സൂചിപ്പിക്കാൻ വേണ്ടി പിയും അല്ലെ. കോണ്ടിനെന്റ് സൂചിപ്പിക്കാൻ വേണ്ടി സിയും, പോളാർ റീജിയൻ സൂചിപ്പിക്കാൻ ക്യാപിറ്റൽ പിയും ഉണ്ടോ, സി പി. അതേ ഹെമിസ്ഫിയറിൽ എവിടേക്കാണ് ഈ പറഞ്ഞ എം പി വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ട് ഒരെണ്ണം, എം പി കണ്ടോ. മാരിടൈം കടലായതുകൊണ്ട് എം, പി തണുത്ത മേഖല കണ്ടോ, എം പി. കഴിഞ്ഞ് 4 എണ്ണം കഴിഞ്ഞ് എയർ മാസുകൾ, 4 ടൈപ്പ് എയർ മാസുകൾ നമ്മൾ പറഞ്ഞു. സോഴ്സ് റീജിയന്റെ അടിസ്ഥാനത്തിൽ 5 ആയിട്ട് തരംതിരിക്കുന്നത് 4 എണ്ണം കഴിഞ്ഞ്. ഇനി 5ാമത്തെ ഏതാണ്? പെർമനന്റ്ലി ഐസ് കവേർഡ് കോണ്ടിനെന്റ്സ്, അതായത് നമ്മുടെ ആർട്ടിക്, അന്റാർട്ടിക്, ഓക്കെ, ആ ഭാഗം. അപ്പോൾ അവിടെ ഐസ് കവർ ചെയ്ത് കിടക്കുന്നത്, ഇപ്പം നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ഗ്രീൻലൻഡിന്റെ ഒക്കെ ഭാഗം, ഓക്കെ. സദേ ഹെമിസ്ഫിയർ ആണെങ്കിൽ അന്റാർട്ടിക്ക, അവിടുത്തെ താരതമ്യേന തണുത്ത് കിടക്കുന്ന കോണ്ടിനെന്റ്സ്, അതിന് മുകളിലുള്ള എയർ മാസ്. കോണ്ടിനെന്റ് ആയതുകൊണ്ട് അവിടെ സി ഉപയോഗിക്കും അല്ലേ. ഏറ്റവും തണുപ്പുള്ള പ്രദേശം, പിന്നേക്കാൾ തണുപ്പാണ്. ടി ആയിരുന്നു ട്രോപ്പിക്കൽ, ഉഷ്ണമേഖല. പി ആയിരുന്നു പോളാർ, തണുപ്പുള്ള. അതിന് തണുത്ത് നമ്മൾ എ എന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ എ. സി എ ആണ് നമുക്ക് നോക്കാനുള്ളത്. സി എ എവിടാ സി എ വരുന്നത്? നോക്ക്, സിമ്പിൾ അല്ലേ. സി എ ഏത് ഭാഗത്താണ് വരുന്നത്? യെസ്, ഇത് നോക്ക്, ഇവിടെ കാണാമല്ലോ. സി എ ഏറ്റവും മുകളിലേക്ക് നോക്ക്, ഗ്ലോബിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നോക്ക്. ദേ സി എ കണ്ടോ, സി എ. ഇവിടത്തെ സി എ വരുന്നു. അന്റാർട്ടിക് എന്ന് പറയുന്ന കോണ്ടിനെന്റിന് മുകളിലുള്ള തണുത്ത എയർ മാസ്, അതാണ് സി എ. ഇവിടത്തെ ഗ്രീൻലൻഡ് ഒക്കെ വരുന്ന സി എ. മനസ്സിലായില്ലേ? കഴിഞ്ഞു. ഇനി ഈ എയർ മാസുകളൊക്കെ ഏത് പേരിലാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏത് പേരിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ കണ്ട. എം ടി എന്ന് പറഞ്ഞാൽ കടല്, മാരിടൈം ഉഷ്ണമേഖലയിലെ കടലിന് മുകളിലുള്ള എയർ മാസ്. സി ടി എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലയിൽ തന്നെയുള്ള കോണ്ടിനെന്റ്സ്, മരുഭൂമികൾക്ക് മുകളിലുള്ള എയർ മാസ്. ഇനി എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എം എന്ന് വെച്ചാൽ കടല് അല്ലേ, തണുത്ത പ്രദേശങ്ങളിലെ കടലിന് മുകളിലുള്ള എയർ മാസ്. കോണ്ടിനെന്റൽ പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത മേഖലയിൽ തന്നെയുള്ള വൻകരകൾക്ക് മുകളിലുള്ള എയർ മാസ്. ഇനി എന്താണ് സി എ? കോണ്ടിനെന്റൽ ആർട്ടിക് അന്റാർട്ടിക് മേഖല രണ്ടും വരുവേ. ആർട്ടിക് ഓർ അന്റാർട്ടിക് മേഖലയിലുള്ള കേട്ടോ, കോണ്ടിനെന്റ്സിന് മുകളിലുള്ള സി, സ്മോൾ ലെറ്റർ സി അല്ലേ, കണ്ടോ, കോണ്ടിനെന്റ്സിന് മുകളിലുള്ള എയർ മാസ്. ട്രോപ്പിക്കൽ എയർ മാസസ് ആർ വാം. ട്രോപ്പിക്കലിന്റെ പേര് തന്നെ ചൂടുള്ള പ്രദേശങ്ങളാണല്ലോ. പോളാർ എയർ മാസസ് ആർ കോൾഡ്. ഇതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? ഇനി അടുത്ത ഫ്രണ്ട്സിലേക്ക് പോകുന്നു. എയർ മാസ് കഴിഞ്ഞു, ഇനി ഫ്രണ്ട്. വെൻ ടു ഡിഫറെന്റ് എയർ മാസസ് മീറ്റ്, രണ്ട് എയർ മാസസ് മീറ്റ് ചെയ്യുമ്പോൾ ദ ബൗണ്ടറി സോൺ ബിറ്റ്വീൻ ദം ഈസ് കോൾഡ് എ ഫ്രണ്ട്. അവർ തമ്മിലുള്ള ബൗണ്ടറി സോണിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ദ ഫ്രണ്ട്സ് ഈസ് നോൺ ആസ് ഫ്രണ്ടോജെനസിസ്. ഒരു ഫ്രണ്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണെന്ത്? ഫ്രണ്ടോജെനസിസ്. ദേ ബ്രിങ് അബ്രപ്റ്റ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. ഈ ഫ്രണ്ടുകളുടെ ഫോർമേഷൻ പ്രത്യേകിച്ച് വളരെ വേഗം തന്നെ ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഉണ്ടാകും ഒരു സ്ഥലത്തിന്റെ. ആൻഡ് കോസ് ദ എയർ ടു റൈസ്. രണ്ട് ഫ്രണ്ട് തമ്മിൽ കൂടിച്ചേർന്നാൽ ഉറപ്പായിട്ടും വാം എയർ റൈസ് ചെയ്യും. കോൾഡ് എയർ ആണ് വാം എയറെ ചെന്ന് ഇടിക്കുന്നതെങ്കിലും, വാം എയർ ആണ് കോൾഡ് എയറിനെ ചെന്ന് ഇടിക്കുന്നതെങ്കിലും എപ്പോഴും രണ്ട് കണ്ടീഷനിലും ഇപ്പം വാം എയർ അനങ്ങാതിരിക്കുന്നു, കോൾഡ് എയർ അങ്ങോട്ട് ചെന്ന് ഇടിക്കുന്നു. രണ്ട് വാം എയർ, ഇവിടെ കോൾഡ് എയർ അനങ്ങാതിരിക്കുന്നു, വാം എയർ അങ്ങോട്ട് ചെന്നിരിക്കുന്നു. രണ്ട് കേസിനകത്തും ആരാണ് മുകളിലോട്ട് വരുന്നത്? വാം എയർ മുകളിലോട്ട് വരും. തൽഫലമായിട്ട് ചൂട് പിടിച്ച വായു മുകളിലേക്ക് വരുന്ന എന്താ പ്രത്യേകത? ചൂട് വായുവിനകത്ത് എന്തുണ്ട്? മോയ്സ്ചർ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന അല്ലേ. തണുത്ത വായുവിനകത്ത് എന്തില്ല? വാട്ടർ വേപ്പർ ഇല്ല, വാട്ടർ വേപ്പർ കുറവാണ്. ചൂട് വായുവിനകത്ത് എന്തുണ്ട്? വാട്ടർ വേപ്പർ ഉണ്ട്. കാരണം ചൂട് വായു ആയത് എന്തുകൊണ്ട്? അവിടെ ആ പ്രദേശത്ത് നല്ല ചൂടുള്ളതുകൊണ്ടല്ലേ അത് ചൂട് വായു ആയത്. അപ്പം അങ്ങോട്ടേക്ക് ധാരാളം ഇവാപറേഷൻ്റെ ഫലമായിട്ട് ധാരാളം വാട്ടർ വേപ്പർ കിട്ടും ആ വായുവിലേക്ക്. ഈ വായു മുകളിലേക്ക് എത്തപ്പെടും, അത് തണുത്ത് കണ്ടൻസ് ചെയ്ത് പ്രസിപ്പിറ്റേഷൻ നടക്കും, മഴ ലഭിക്കും. ദ ഫ്രണ്ട്സ് ഓക്കർ ഇൻ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ്. മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേറ്റ് സോൺ. മറന്നുപോയോ? ടെമ്പറേറ്റ് സോണും പോളാർ സോണും ഒക്കെ. ദ ഫ്രണ്ട്സ് occur in middle latitudes and are characterized by steep gradient in temperature and pressure. പ്രധാനമായിട്ടും ഫ്രണ്ട് ഉണ്ടാകുന്ന ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, ട്രോപ്പിക്കൽ സൈഡിൽ ഫ്രണ്ട്സ് ഉണ്ടാവത്തില്ല.
മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മിതോഷ്ണ മേഖല അല്ലെങ്കിൽ ടെമ്പറേറ്റ് സോൺസിലായിരിക്കും ഫ്രണ്ടുകൾ വാതമുഖങ്ങൾ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നങ്ങളെയും വലിയ വ്യത്യാസങ്ങളുണ്ടാവും ഇവിടെ വാതമുഖങ്ങളിൽ. 4 ടൈപ്പിലുള്ള ഫ്രണ്ടുകളാണ് ഉള്ളത്. ഒന്ന് കോൾഡ് ഫ്രണ്ട്. എയർ ഫ്രണ്ട്സ് ഏതൊക്കെയാണ്? 4 ടൈപ്പ്. ഏതൊക്കെയാണ്? കോൾഡ് എയർ ഫ്രണ്ട്, വാം ഫ്രണ്ട്, സ്റ്റേഷണറി ഫ്രണ്ട്, ഒക്ലൂഡഡ് ഫ്രണ്ട്. കോൾഡ് എന്ന് പറയുമ്പോൾ ശീത വാതമുഖം അല്ലേ? മറ്റത് എന്താണ് വാം എന്ന് പറയുന്നത് ചൂടുള്ള ഉഷ്ണവാതമുഖം. സ്റ്റേഷണറി എന്ന് പറയുമ്പം അനങ്ങാതെ നിൽക്കുന്നത്, രണ്ടുപേരും മൂവ് ചെയ്യുന്നില്ല. കോൾഡ് എയറും വാം എയർ മൂവ് ചെയ്യുന്നില്ല, രണ്ടും കൂടെ കൂടിച്ചേർന്നെങ്കിലും നിൽക്കുന്നു. അതാണ് സ്റ്റേഷണറി. ഒക്ലൂഡഡ് സമൃദ്ധ എന്നാണ് മലയാളം വാക്ക്, വല്ലാത്ത പേര. സമൃദ്ധ വാതമുഖം. ഓരോന്നും പരിചയപ്പെടാം. വെൻ ദ കോൾഡ് എയർ മാസ്, ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം, ഈ വാക്കൊക്കെ ശ്രദ്ധിക്കണം. ആരാണ് മൂവ് ചെയ്യുന്നത്? വെൻ ദ കോൾഡ് എയർ മൂവ്സ് ടുവേർഡ്സ് ദ വാം എയർ മാസ്. ഇവിടെ ആരാണ് കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആരാണ് മൂവ് ചെയ്യുന്നത് നോക്കിയാൽ മതി. കോൾഡ് എയർ ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ആരിലേക്കാണ് മൂവ് ചെയ്യുന്നത്? അനങ്ങാതിരിക്കുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാം എയർ മാസിലേക്ക് ഒരു കോൾഡ് എയർ ഇടിച്ചു കയറുന്നു. ഇറ്റ്സ് കോണ്ടാക്ട് സോൺ ഈസ് കോൾഡ് ആസ് ദ കോൾഡ് ഫ്രണ്ട്. അവരുടെ കോണ്ടാക്ട് സോണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൾഡ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. തെറ്റിപ്പോരുത്. ഇവിടെ എല്ലാവർക്കും തെറ്റാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, എന്താണെന്നുള്ളത്. ചോദ്യം വരുന്നു, വെൻ ദ കോൾഡ് എയർ മൂവ്സ് ദ വാം എയർ മാസ് മൂവ്സ് ടുവേർഡ്സ് ദ വാം എയർ മാസ് ദ കോണ്ടാക്ട് സോൺ ഈസ് കോൾഡ് ഡാഷ്. ഈ കോണ്ടാക്ട് സോണിനെ വിളിക്കുന്ന പേരാണ് ഡാഷ്. എല്ലാവരും എന്തെഴുതും? വാം എയർ മാസിലല്ലേ ഇടിച്ചു കയറുന്നത്? ആര്? കോൾഡ് എയർ മാസ്. എല്ലാവരും വാം ഫ്രണ്ട് എന്ന് എഴുതി വെക്കും. അല്ല, ആരാണോ മൂവ് ചെയ്യുന്നത് അയാളുടെ പേര് വെച്ച് വേണം ഫ്രണ്ട് പറയാൻ. കോൾഡ് എയർ ആണ് മൂവ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ കോൾഡ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നു. ഇവിടെ വാം എയർ ആയിരുന്നു മൂവ് ചെയ്തിരുന്നത് എങ്കിൽ നമ്മൾ അതിനെ വാം ഫ്രണ്ട് എന്ന് വിളിച്ചേനെ. ഇവിടെ കോൾഡ് എയർ മൂവ് ചെയ്തത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? കോൾഡ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഒരു പിക്ചറൽ ഡെപ്പിക്ഷൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല, പല ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മനസ്സിലാവണം, ഇത്തിരി പാടാണേ. ഇതുണ്ടോ? ഇവിടെ കോൾഡ് എയർ മാസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? കോൾഡ് എയർ മാസ് കുറച്ച്, അതിന് ഡെൻസിറ്റി നോക്കണേ. കോൾഡ് എയർ മാസ് കുറച്ച് ഡെൻസർ ആണ്, വാം എയർ മാസ് ലെസ് ഡെൻസർ ആണ്. സംഭവിക്കുന്നത് എന്നാ? ഈ വാം എയർ പതുക്കെ മുകളിലോട്ട് ഉയരുന്നു. കണ്ടോ? കോൾഡ് എയറിന്റെ മുകളിലേക്ക് ഈ ഒരു പിങ്ക് കളർ മാർക്ക് ചെയ്തേക്കുന്നുണ്ടല്ലേ, പതുക്കെ ഇത് മുകളിലേക്ക് ഉയരുന്നു. വാം എയർ മുകളിലേക്ക് ഉയരുന്നു. കുറച്ചും കൂടെ ചിത്രം, വ്യക്തമായ ചിത്രം. ദേ, കോൾഡ് എയർ പതുക്കെ വാം എയറിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ വാം എയർ ഡെൻസ് ആയതുകൊണ്ട് അത് പതുക്കെ നേരത്തെ കോൾഡ് എയർ ഡെൻസ് ആയതുകൊണ്ട് കോൾഡ് എയർ വാം എയറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. കോൾഡ് എയർ ഡെൻസ് ആയതുകൊണ്ട് അത് പതുക്കെ ഗ്രൗണ്ട് ലെവലിലൂടെ നീങ്ങുന്നു. ഇവിടുന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന വാം എയറിനെ അത് റീപ്ലേസ് ചെയ്യുന്നു. കാരണം ഇത് ഇടിച്ചിങ്ങനെ ഗ്രൗണ്ട് ലെവലിലൂടെ ഇങ്ങനെ നിരങ്ങി നീങ്ങുവാണ് ആ ഒരു കോൾഡ് എയർ. എന്നാൽ ഈ ഭാഗത്തൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പം ഞാൻ ഈ കുത്തി വരച്ചേക്കുന്ന പ്രദേശമില്ലേ, എൻ്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന വാം എയർ അല്ലെങ്കിൽ ചൂട് വായുവിനെ അത് റീപ്ലേസ് ചെയ്തു ഈ കോൾഡ് എയർ. അങ്ങനെ കണ്ടോ? കോൾഡ് എയർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ, ഇതിങ്ങനെ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ഇങ്ങോട്ട് ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നിരങ്ങി പോകുന്നു. ഇവിടുന്ന് പതുക്കെ ഇത് ഉയരാൻ തുടങ്ങും. വാം എയർ ഉയരാൻ തുടങ്ങും. വാം എയർ ഉയർന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഇത് ഉയരും. കണ്ടോ? വളരെ സഡൻ ആയിട്ടല്ലേ ഇത് ഇടിച്ചം കയറും. നല്ല സ്പീഡ്. ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ കോൾഡ് എയറിന് സ്പീഡ് കൂടുതലാണ്. കോൾഡ് എയർ മൂവ് ചെയ്യുമ്പം അതിന്റെ സ്പീഡ് എപ്പോഴും കൂടുതലായിരിക്കും. എന്നാൽ വാം എയർ ആണ് മൂവ് ചെയ്ത് വരുന്നെങ്കിൽ അതിന്റെ സ്പീഡ് കുറവായിരിക്കും. കോൾഡ് എയറിന് സ്പീഡ് കൂടുതലാണ്. ഇത് നല്ല ശക്തമായിട്ട് വാം എയറിലേക്ക് ഇടിക്കുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് റൈസ് ചെയ്യും. വാം എയർ റൈസ് ചെയ്യും. വളരെ വേഗത്തിൽ വാം എയർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യുമുലോ നിംബസ് പോലെയുള്ള ക്ലൗഡുകൾ ഫോം ചെയ്യും. കുറച്ച് നേരത്തേക്ക് നമ്മൾ പറയത്തില്ലേ, ഭയങ്കര മഴ എന്ന് പറയത്തില്ലേ, ശക്തമായ മഴ കുറച്ച് നേരത്തേക്ക് നമുക്ക് ലഭിക്കും. ശക്തമായ മഴ. അപ്പോൾ ഒരു കോൾഡ് എയർ ഫ്രണ്ട് ഒരു വാം എയർ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഈ എയർ ഫ്രണ്ടിനെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചറൽ ഡെപ്പിക്ഷൻ ആണ് ഇതിൻ്റെ ഇത്. അതായത് ഇങ്ങോട്ട് എയർ മൂവ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ ഇത് ഇങ്ങനെ നിരങ്ങി ഇങ്ങനെ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ബ്ലൂ കളർ ട്രയാങ്കിൾ കൊണ്ട് സൂചിപ്പിച്ചേക്കുന്നത്. കുറച്ചും കൂടെ വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് വേണോ? നോക്ക്. ഇവിടെ ബ്ലൂ കളറിലുള്ളത് കോൾഡ് എയർ ആണ്. ബ്ലൂ കളർ കോൾഡ് എയർ ആണ്. ഈ റെഡിഷ് കളറിലുള്ളത് വാം എയർ ആണ്. കണ്ടോ? ഇവിടെ താഴെ ഈ കാണിച്ചേക്കുന്നത് കണ്ടോ? അങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ള കാണിച്ചേക്കുന്നത് കണ്ട്, ഈ നമ്മുടെ ആ ട്രയാങ്കിൾ, ആ ബ്ലൂ ട്രയാങ്കിൾ കണ്ടോ? എന്ത് സംഭവിക്കുന്നു നോക്കിക്ക്. താഴെയുള്ളത് ഗ്രൗണ്ടാണ്. ഒരു കൊടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഗ്രൗണ്ടാണെന്ന് കാണിക്കാൻ വേണ്ടി. ഇത് പതുക്കെ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഇത് മുകളിലോട്ട് വരുന്നത് കണ്ടോ?
ഇതിന് മുകളിലേക്ക് ഉയരുന്നത് കണ്ടോ? ഇവിടെ ഈ ബ്ലൂ കളറിന്റെ മുകളിൽ കോൾഡ് എയറിന്റെ മുകളിലേക്ക് വാം എയർ വന്നത് കണ്ടോ? ഉണ്ടോ? വളരെ സ്ലോലി അല്ല, സഡൻ ആയിട്ട്, വളരെ സ്ലോലി അല്ല, ഇത് വന്ന് ഇടിക്കുന്നതുകൊണ്ട്. കാരണം ഇതിന് സ്പീഡ് കൂടുതലാണ്. കോൾഡ് എയറിന് സ്പീഡ് കൂടുതലായതുകൊണ്ട് ഈ റൈസിങ് വളരെ സ്പീഡിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ക്ലൗഡ് ഫോം ചെയ്തേക്കുന്നത് കണ്ടില്ലേ? നല്ല ശക്തമായ മഴ ഈ എവിടെ കിട്ടും? ഇതാണ് അതിർത്തി എന്ന് വരയ്ക്കട്ടെ. ഇതാണ് അതിർത്തി, കണ്ടോ? ഇതാണ് അതിർത്തി, ഇതല്ലേ അതിർത്തി? കണ്ടോ? ഇതല്ലേ അതിർത്തി? ഈ എയർ മാസുകളുടെ അതിർത്തി ഇതല്ലേ അതിർത്തി? കണ്ടോ? അവിടെ നല്ല മഴ നമുക്ക് ലഭിക്കും. മനസ്സിലായോ? നോക്കാം. കോൾഡ് എയർ മാസ്, ഒന്നാമത്തെ പ്രത്യേകത, കോൾഡ് എയർ മാസസ് ട്രാവൽസ് ഫാസ്റ്റർ, നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്നവരാണ്. സോ ദാറ്റ് എ കോൾഡ് ഫ്രണ്ട് മൂവ്സ് ട്വൈസ് ആസ് ഫാസ്റ്റർ ദാൻ എ വാം ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ കോൾഡ് എയർ മാസ് സ്പീഡിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പതുക്കെ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ എയർ ഫ്രണ്ട് എവിടെ വരും? പതുക്കെ ഇത് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഈ എയർ ഫ്രണ്ട് ഇവിടെയാവും അല്ലേ? അത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ എയർ ഫ്രണ്ട് ഇവിടെയാവും. ഈ ഫ്രണ്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഈ അതിർത്തി അല്ലെ, ഈ വാതമുഖം ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം എന്നാ? ഇതിന് സ്പീഡ് കൂടുതലാ. കോൾഡ് എയർ മാസിന് സ്പീഡ് കൂടുതലാ. അപ്പൊ ഈ ഫ്രണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും. കണ്ടോ? ഈ ഫ്രണ്ട് ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഇവിടെ ഈ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെയുള്ള വാം എയർ മുഴുവൻ ആര് റീപ്ലേസ് ചെയ്യും? കോൾഡ് എയർ റീപ്ലേസ് ചെയ്യും. ആ ഭാഗത്തുള്ള വാം എയറിനെ മുഴുവൻ ആര് റീപ്ലേസ് ചെയ്യും? കോൾഡ് എയർ റീപ്ലേസ് ചെയ്യും. എന്തുകൊണ്ടാ ഈ ഗ്രൗണ്ടിലൂടെ ഇതിങ്ങനെ ഈ കോൾഡ് എയർ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്നത്? കാരണം കോൾഡ് എയർ ഡെൻസർ ആണ്, വാം എയർ ലെസ് ഡെൻസർ ആണ്. അതുകൊണ്ട് മനസ്സിലായോ? വ്യക്തത കിട്ടിയോ? അപ്പോൾ നോക്കിയോ, അതുകൊണ്ട് ഈ കോൾഡ് എയർ ഫ്രണ്ട് മുമ്പിലോട്ട് മൂവ് ചെയ്യുന്നു, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ പെട്ടെന്ന് സിവിയർ സ്റ്റോംസ്, ശക്തമായ മഴ ഇവിടെ കിട്ടും. ഡ്യൂറിങ് സമ്മർ മന്ത്സ്, കാലത്തൊക്കെ ആണെങ്കിൽ തണ്ടർ സ്റ്റോംസ്, ഇടിയോട് കൂടിയ മഴ ഒക്കെ ഇവിടെ ഈ നമ്മുടെ ഏത് ഫ്രണ്ടാ? കോൾഡ് എയർ ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് വാം സെക്ടറിൽ നല്ലപോലെ മഴ എവിടെ കിട്ടും? വാം സെക്ടർ കിട്ടും. കാരണം ഇവിടെ 2 സെക്ടർ ഉണ്ട്. കണ്ടോ? ഇത് കണ്ടോ? ഇത് വാം സെക്ടർ, മഴ ലഭിക്കുന്നത് കണ്ടോ? ഇവിടെ വാം സെക്ടർ, ഇവിടെ ക്ലൗഡ് ഫോം ചെയ്യുന്നത് കൊണ്ട് മഴ കൂടുതൽ ലഭിക്കുന്നത് ഈ വാം സെക്ടറിലായിരിക്കും. കണ്ടോ? ഇവിടെ ശക്തമായ മഴ കിട്ടും ഈ ഭാഗത്ത്. കണ്ടോ? വാം സെക്ടറിൽ. കാരണം ക്ലൗഡ് ഈ ഭാഗത്തല്ലേ ഫോം ചെയ്യുന്നത് കൊണ്ട്. ഇനി പ്രൊഡ്യൂസസ് ഷാർപ്പർ ചേഞ്ചസ് ഇൻ വെതർ, പെട്ടെന്ന് വെതർ ചേഞ്ച് ചെയ്യും. കാരണം എന്നാ? ഒരു അപ്രോച്ച് ചെയ്യുന്ന ആരാ? ഒരു കോൾഡ് വെതർ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു കോൾഡ് എയർ മാസ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ടെമ്പറേച്ചർ കുറയും. ഇവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടോ 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഒരു മണിക്കൂർ കൊണ്ട് കുറയും. ആ ഭാഗത്തെ ആ ഒരു എയർ ഫ്രണ്ട്, ആ അതിർത്തിയിലെ കേട്ടോ, ആ ഒരു ബൗണ്ടറിയിലെ ടെമ്പറേച്ചർ ഒക്കെ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഒരു മണിക്കൂർ കൊണ്ട് കുറയും. അപ്പോൾ ഇവിടെ വളരെ ശക്തമായ മഴ, ഇടിയോട് കൂടിയ ശക്തമായ മഴ നമുക്ക് ലഭിക്കും. ക്യുമുലോ നിംബസ് ക്ലൗഡുകൾ ഫോം ചെയ്യും. കേട്ടോ? ക്യുമുലോ നിംബസ് ക്ലൗഡുകൾ ഇവിടെ ഫോം ചെയ്യും. ഇതാണ് കോൾഡ് എയർ ഫ്രണ്ടിന്റെ പ്രത്യേകത. രണ്ടാമത്തത് വാം എയർ ഫ്രണ്ട് നോക്കാം. വെൻ ദ വാം എയർ മാസ്, ഇവിടെ വാം എയർ മാസ് ആണ് മൂവ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. വാം എയർ മാസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫ്രണ്ട് എന്താണ്? വാം ഫ്രണ്ട് ആണ്. ഇനി വാം എയർ മാസിന്റെ സ്പീഡ് എങ്ങനെയാണ്? സ്ലോ ആണ്, വളരെ സ്ലോലി ഇത് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഈ കോണ്ടാക്ട് സോണിനെ വിളിക്കുന്ന പേരാണ് വാം എയർ ഫ്രണ്ട്. നോക്കാം. വാം എയർ ഇവിടെ മറ്റേ റെഡിഷ് കളർ മാർക്ക് ചെയ്തേക്കും വാം എയർ കോൾഡ് എയർ ഇരുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇത് എന്താ സംഭവിക്കുന്നത്? വാം എയർ പതുക്കെ കോൾഡ് എയറിന്റെ മുകളിലേക്കായി പോകും. കണ്ടോ? വാം എയർ കോൾഡ് എയറിന്റെ മുകളിലേക്കായി പോകും. ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ നോക്കി, ഗ്രൗണ്ടിലുള്ള ഏതാ? ഗ്രൗണ്ട് ലെവലുള്ള ഏതാ? ഇവിടം തൊട്ട് ഈ ഭാഗം തൊട്ട് ഗ്രൗണ്ട് ലെവലുള്ള ഏതാ? കോൾഡ് എയറാ. കോൾഡ് എയറിനെ അത് മാറ്റാൻ പറ്റുമോ ഗ്രൗണ്ടിൽ നിന്ന്? ഇല്ല. കാരണം കോൾഡ് എയർ നല്ല ഡെൻസ് ആണ്, നല്ല ഡെൻസർ എയർ ആണ്. അതുകൊണ്ട് ഈ വന്നിടിക്കുന്ന ഹോട്ട് എയർ, വാം എയർ എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് വരാനേ പറ്റത്തുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല ഇതിന്. മനസ്സിലായില്ലേ? വേറെ ഓപ്ഷൻ ഇല്ല അതിന്. മറ്റേത് എങ്ങനെയായിരുന്നു? കോൾഡ് എയർ എന്താ ചെയ്തേ? കോൾഡ് എയർ വാം എയറിനെ റീപ്ലേസ് ചെയ്തു, ഗ്രൗണ്ടിൽ നിന്ന് റീപ്ലേസ് ചെയ്തു. ഇത് ഗ്രൗണ്ടിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പതുക്കെ ഇതിങ്ങനെ മുകളിലോട്ട് ഉയർന്നു പോകും. കണ്ട്, ഇതാണ് എയർ ഫ്രണ്ട്, ഇതാണ് വാം ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതാണല്ലോ അതിർത്തി, ഇവർ രണ്ടുപേരുടെയും. കണ്ടോ? ഈ 2 കളറുകളുടെയും അതിർത്തി നോക്കിയാൽ ഇതല്ലേ? പതുക്കെയാണ് ഇത് മുകളിലോട്ട് വരുന്നത്. കാരണം എന്നാ? ഇതിന് സ്പീഡ് വളരെ കുറവാണ്. പതുക്കെ ഇത് കോൾഡ് എയറിന്റെ മുകളിലേക്ക്, സ്പീഡ് വളരെ കുറവായതുകൊണ്ട് പതുക്കെ ഇത് മുകളിലേക്ക് വരും. പതുക്കെ മുകളിലേക്ക് ഉയരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ എങ്ങനെയാണ് ഇതിന്റെ റെയിൻഫോൾ പാറ്റേണുകൾ നോക്കിക്കണം. ആദ്യം കുറച്ച് ഉയരുന്നു, ആദ്യം അതൊരു ക്യുമുലോ നിംബസ് ക്ലൗഡ് ഫോം ചെയ്യുന്നു. പിന്നെ ഉയരുമ്പോൾ അടുത്ത ക്ലൗഡ് ഫോം ചെയ്യുന്നു, ഓൾട്ടോ ക്യുമുലസ് ക്ലൗഡ് ഫോം ചെയ്യുന്നു. നമ്മളിത് പഠിച്ചാണ്. ഉയരത്തിനനുസരിച്ച് വീണ്ടും എയർ മാസ് മുകളിലേക്ക് വരുമ്പോൾ പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ അത് സിറസ് ക്ലൗഡായി മാറും. എന്തായി മാറുന്നുണ്ടോ? തൂവലാകൃതിയിലുള്ള സിറസ് ക്ലൗഡായി മാറും. അപ്പം ക്ലൗഡ് ബാൻഡ് ഫോം ചെയ്യുന്നു. മറ്റേത് ക്യുമുലോ നിംബസ് ക്ലൗഡ് ഫോം ചെയ്തു, ഇവിടെ ക്ലൗഡ് ബാൻഡ് ഫോം ചെയ്തു. മനസ്സിലായി? ക്ലൗഡ് ബാൻഡ്. അവിടെ വളരെ പെട്ടെന്ന് ശക്തമായ മഴ ലഭിച്ചു. ഇവിടെ പക്ഷേ
മോഡറേറ്റ് ഒരു 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 മോഡറേറ്റ് മീഡിയം ടു മോഡറേറ്റ് റെയിൻഫോൾ ഇവിടെ കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല മറ്റത് വളരെ കുറച്ച് നേരം മാത്രമേ മഴയുള്ളായിരുന്നു. ഇവിടെ കുറച്ചധികം നേരം മഴ ലഭിക്കും കേട്ടോ. മോഡറേറ്റ് ടു ഒരു ജെന്റിൽ റെയിൻഫോൾ ഇവിടെ കിട്ടുന്നത് വലിയ ഏരിയയിലേക്ക് കിട്ടും ഫോർ സെവറൽ അവേഴ്സ്. കാരണം മേഘങ്ങൾ കണ്ടോ, മേഘം കണ്ടോ, എവിടം തൊട്ട് എവിടം വരെയാന്ന് നോക്കിക്കേ. ഈ എയർ റൈസ് ചെയ്യുന്നതിനൊപ്പം അതിനകത്തുള്ള മോയ്സ്ചർ എന്തായിക്കൊണ്ടിരിക്കും, മേഘം ഈ താഴേന്ന്. ഇപ്പം ഇവിടുന്ന് എയർ റൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മേഘം ഉണ്ടായി, വീണ്ടും എയർ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ മേഘം ഉണ്ടായി. കണ്ടോ, ഈ റെഡ് കളർ മുകളിലോട്ട് പോകുന്നല്ലേ നിങ്ങൾ കാണുന്നേ. ഈ എയർ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ മേഘം ഉണ്ടായി, എയർ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ മേഘം ഉണ്ടായി. അവസാനം ഇനി മേഘം ഫോം ചെയ്യാനില്ല, കാരണം മോയ്സ്ചർ മുഴുവൻ ഇവിടം കൊണ്ട് തീർന്നു. കണ്ടോ, മേഘം അവസാനം ഫോം ചെയ്ത് ഇവിടെയാ, മോയ്സ്ചർ മുഴുവൻ ഇവിടം കൊണ്ട് തീർന്നു. ക്ലിയർ അല്ലേ? ഈ ഫ്രണ്ടിനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു എയർ ഫ്രണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാം എയർ ഫ്രണ്ട്. ഏത് എയറാ മൂവ് ചെയ്യുന്നത്? വാം എയർ മൂവ് ചെയ്യുന്നത് കൊണ്ട്. കണ്ടോ, മറ്റൊരു ചിത്രം കൂടെ നോക്കിക്കോ. ഇത് കോൾഡ് എയർ. കോൾഡ് എയർ ഇവിടെ തൊട്ട് ഈ ഗ്രൗണ്ടിലുണ്ട്. പക്ഷെ ഇതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കോ. വാം എയറിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് വാം എയർ വരുവാ, ആ വാം എയർ പതുക്കെ ഇങ്ങോട്ടങ്ങ് മുകളിലോട്ടങ്ങ് ആയി പോകും. കോൾഡ് എയറിന്റെ മുകളിലേക്ക് പോകത്തേ ഉള്ളൂ. കാരണം ഈ ഗ്രൗണ്ടിൽ നിന്ന് കോൾഡ് എയറിനെ റീപ്ലേസ് ചെയ്യാൻ അതിന് പറ്റിയില്ല. എന്നാൽ കോൾഡ് എയർ വാം എയറിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അത് വാം എയറിനെ ഇടിച്ച് മാറ്റി, ഗ്രൗണ്ടിൽ നിന്ന് തള്ളി മാറ്റുക ചെയ്തത്, അല്ലേ? എന്നാൽ ഇവിടെ അത് പറ്റിയില്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇതിന്റെ പ്രത്യേകത എന്നാ? ഹിയർ ഈ പറഞ്ഞ ഏത് ഫ്രണ്ടിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് ഫ്രണ്ടിനെ പറ്റിയാ? വാം എയർ ഫ്രണ്ടിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാം എയറാ വരുന്നത്, അല്ലേ? ഹിയർ ദ വാം എയർ മാസ് സിറ്റ്സ് ഓവർ. കണ്ടോ, അത് കോൾഡ് എയർ മാസിന്റെ മുകളിലേക്ക് പോകുന്നു. ഇനി ആസ് ദ വാം എയർ മൂവ്സ് അപ് ടു ദ സ്ലോപ്പ് ഇറ്റ് കണ്ടൻസസ് ആൻഡ് കോസ് പ്രസിപ്പിറ്റേഷൻ. അതൊക്കെ ഇത് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അത് കണ്ടൻസ് ചെയ്യും. ക്ലൗഡ് ബാൻഡ്, വ്യത്യസ്ത ക്ലൗഡുകൾ, ആദ്യം ഒരു സ്ട്രാറ്റോ നിംബസ്, പിന്നെന്താണ് ഒരു ആൾട്ടോ ക്യുമുലസ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സിറസ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മേഘങ്ങളുടെ ഫോർമേഷൻ നടക്കുന്നു. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് കണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഗ്രാജുവൽ ആണ്. മറ്റേതെങ്ങനെ പെട്ടെന്ന് ഒരു മണിക്കൂറിനകത്ത് 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കുറയുമെന്ന് പറഞ്ഞു. ഇവിടെ ഗ്രാജുവലാണ്. കാരണം എന്നാ? വരുന്നത് ആരാ? വാം എയറാ വരുന്നത്. അതും വളരെ സ്ലോലി, ആമ ഇഴയുന്നത് പോലെ ഇഴഞ്ഞാ മുകളിലോട്ട് പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഗ്രാജുവൽ ആയിട്ട് ടെമ്പറേച്ചർ ഒക്കെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. മറ്റേത് കോൾഡ് എയർ എങ്ങനെ വന്നേ? മുയൽ വരുന്ന പോലെ വന്നേ. ആമ മുയലിന്റെ റീസണകത്ത് പറയുന്ന പോലെ വളരെ സ്പീഡിലാണ് ആര് വന്നത്? കോൾഡ് എയർ വന്നത്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ടെമ്പറേച്ചർ ഇത് ചോദ്യമായിട്ട് വരാം. ഇതൊക്കെ ഞാൻ ഈ പറയുന്നത്, ഇതൊക്കെ വ്യത്യാസം ഇവർ തമ്മിലുള്ള. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അല്ലേ? ദ പാസേജ് ഓഫ് വാം ഫ്രണ്ട് ഈസ് മാർക്ക്ഡ് ബൈ എ റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ വാം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഷ്ണവായു വരുന്നത്, അല്ലേ? ഉഷ്ണവായു അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ നോർമലി കൂടുക ചെയ്യുന്നത്. നല്ല തണുത്തിരുന്ന സ്ഥലത്തേക്ക് ഉഷ്ണവായു വന്നു കഴിഞ്ഞാൽ, ഇപ്പം നല്ല തണുപ്പുള്ള സമയത്ത് നമുക്കൊരു ചൂട് കാറ്റടിച്ചാൽ എന്താ അവസ്ഥ? ചൂട് കൂടും, നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത് നല്ല തണുത്തിരുന്ന കോൾഡ് എയർ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പതുക്കെ വാം എയർ വരുവാണ്. സോ ആ ഒരു എയർ ഫ്രണ്ടിനടുത്ത്, ആ ഒരു അതിർത്തിയിലൊക്കെ എന്ത് സംഭവിക്കും? അവിടെ ആ വാം ഫ്രണ്ടിൽ ടെമ്പറേച്ചർ കൂടും. മറ്റേതെങ്ങനെയായിരുന്നു? ടെമ്പറേച്ചർ കുറഞ്ഞു. കാരണം വാം എയർ ഇരുന്ന സ്ഥലത്തേക്ക് തണുത്ത എയർ ശക്തമായിട്ട് വീശി അടിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞു, ഇവിടെ ടെമ്പറേച്ചർ കൂടും. ഓക്കെ അല്ലേ? ഇനി സ്റ്റേഷനറി എയർ ഫ്രണ്ട് എന്താണ്? അടുത്ത് നോക്കി. വെൻ ദ ഫ്രണ്ട് റിമെയിൻ സ്റ്റേഷനറി, അതായത് കോൾഡ് എയർ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കുന്നു, വാം എയർ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ ചലിച്ചെങ്കിലേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ. രണ്ടുപേരും അങ്ങനെ, അവർ രണ്ടുപേരും സ്റ്റേഷനറി ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നു. ഈ ഒരു അതിർത്തിയെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി എയർ ഫ്രണ്ട്. കേട്ടോ, ഇത് നോക്കി. ഇത് കോൾഡ് എയർ, ഇത് വാം എയർ. രണ്ടുപേരും അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് എന്ത്? സ്റ്റേഷനറി എയർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇവിടെയും ഈ പറഞ്ഞ ഈ ഭാഗത്തൊക്കെയുള്ള ഈ ഒരു വാം എയറിന്റെ ഭാഗത്തുള്ള ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ, വാം എയറിന്റെ ഭാഗത്തുള്ള ഹ്യൂമിഡിറ്റി ഒത്തിരി ഉയരത്തിലേക്ക് പോകാതെ അവിടെ ക്ലൗഡ് ഫോം ചെയ്യും. കാരണം ഇത് ഇടിച്ച് മുകളിലോട്ട് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഒത്തിരി മുകളിലേക്ക് പോകാതെ ക്ലൗഡ് ഫോം ചെയ്യും. അത്യാവശ്യം മഴയും ലഭിക്കും. when two air masses are unable to push each other, അല്ലേ, the stationary fronts are formed. both warm and cold air stop moving here. ഇവിടെ രണ്ടുപേരും ചലിക്കുന്നത് നിന്നു. clouds form here. ഇവിടെ ഉണ്ടാകുന്ന clouds form here causes a frontal precipitation. അതിർത്തിയിലാണ് ഇവിടെ മഴ പെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് ഇതിനെ ഈ ഫ്രണ്ടൽ, ഒരു അതിർത്തി, ഫ്രണ്ട് വാദമുഖം, അല്ലേ? ഫ്രണ്ട് എന്ന് വെച്ചാൽ വാദമുഖം. ഈ ഫ്രണ്ടൽ റീജിയനിലാണ് മഴ കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനെ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത്, കേട്ടോ. ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്നിതിനെ വിളിക്കുന്നു. ഇനി അവസാനത്തത് ഒക്ലൂഡഡ് ഫ്രണ്ട്, സമൃദ്ധ എന്താണ് അതിന്റെ മലയാളം വാക്ക്? വാതമുഖം, സമൃദ്ധ വാതമുഖം. നോക്കിക്കേ. ഇഫ് ദ എയർ മാസ് ഈസ് ഫുള്ളി ലിഫ്റ്റഡ് അബവ് ദ ലാൻഡ് സർഫസസ് ഇറ്റ് ഈസ് കോൾഡ് ആൻ ഒക്ലൂഡഡ് ഫ്രണ്ട്. ഈ ഫുള്ളി ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന എയർ മാസ് എന്ത് എയർ മാസ് ആയിരിക്കും? ഉറപ്പായിട്ടും അത് വാം എയർ മാസ് ആയിരിക്കും.
നല്ല അടിപൊളി ഒരു ചിത്രം ഇവിടെ ഉണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട്. നോക്കുക, ഇവിടെ ഒരു കോൾഡ് എയർ ഉണ്ട്. കോൾഡ് എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തണുത്ത എയർ. ഇവിടെ ഒരു കൂൾ എയർ ഉണ്ട്. എന്ന് വെച്ചാൽ അത്ര തണുത്ത, ഈ കോൾഡ് എയറിന് അത്രയും തണുത്ത എയർ അല്ല കൂൾ എയർ. അതിനിടയ്ക്ക് വാം എയർ ഉണ്ട്. ഗ്രൗണ്ടിലാണ് ഇത് ഗ്രൗണ്ട്, ഈ റീജൻ ഗ്രൗണ്ട് റീജൻ ആണ്. ഇതിനിടയ്ക്കായിട്ട് എന്തുണ്ട്, വാം എയർ ഉണ്ട്. അതൊക്കെ കോൾഡ് എയർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വാം എയർ ഇവിടെ നിന്ന് പതുക്കെ ലിഫ്റ്റ് ചെയ്യും, മുകളിലോട്ട് ഉയരും. എന്നിട്ട് എന്ത് സംഭവിക്കും, അടുത്ത ചിത്രത്തിൽ നോക്കിക്കേ, വാം എയർ ഗ്രൗണ്ടിൽ നിന്ന് കംപ്ലീറ്റ്ലി മുകളിലായി. കണ്ടോ, ഈ സൂപ്പർ കൂൾ ആയിട്ടുള്ള കോൾഡ് എയർ, സൂപ്പർ കൂൾഡ് ആയിട്ടുള്ള കോൾഡ് എയർ പതുക്കെ പതുക്കെ ഈ കൂൾ എയറിന്റെ ഇരുന്ന സ്പേസിനെ ഒക്കുപ്പ് ചെയ്ത് ഇതിങ്ങനെ മുമ്പോട്ട് നീങ്ങും. കണ്ടോ, കൂൾ എയർ ഇരുന്ന സ്പേസിനെ ഒക്കുപ്പ് ചെയ്ത് മുമ്പോട്ട് നീങ്ങും. പറ്റിപ്പോയത് തന്നെ വാം എയറിന് ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഇല്ല, അത് തറയെ തൊടാതെ നമ്മൾ നിർത്തുക എന്ന് പറയത്തില്ലേ, അങ്ങനെ അത് മുകളിലേക്ക് നിർത്തിയേക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഹിയർ ദ വാം എയർ ബിറ്റ്വീൻ ദ കോൾഡ് എയർ ഫ്രണ്ട്സ്, രണ്ട് കോൾഡ് എയർ ഫ്രണ്ട്സിനിടയ്ക്കുള്ള വാം എയർ കംപ്ലീറ്റ്ലി ഫോഴ്സ് ടു മൂവ് കൊണ്ട് മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. കംപ്ലീറ്റ്ലി ദ കോൾഡ് എയർ മാസ് കംപ്ലീറ്റ്ലി അണ്ടർടേക്സ് ദ വാം എയർ. അതായത് വാം എയർ ഇരുന്ന സ്ഥലം മുഴുവൻ, ചൂടുവായി ഇരുന്ന സ്ഥലം മുഴുവൻ ആര് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്തു, കോൾഡ് എയർ ആ ഗ്രൗണ്ട് മുഴുവൻ, ആ ലെവൽ മുഴുവൻ ഏറ്റെടുത്തു. സച്ച് ഫ്രണ്ട്സ് ആർ കോമൺ ഇൻ വെസ്റ്റേൺ യൂറോപ്പ്. വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ ഇത് കാണാൻ പറ്റും. ഒക്ലൂഡഡ് ഫ്രണ്ട്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓർ ടെമ്പറേറ്റ് സൈക്ലോൺസ്. അതായത് ഉഷ്ണമേഖലയ്ക്ക് പുറത്തുള്ള നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോൺസിന്റെ ഒക്കെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടതാണ് ആര്, ഒക്ലൂഡഡ് ഫ്രണ്ട്സ്. എങ്ങനെയാണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്താണ്, ടെമ്പറേറ്റ് സൈക്ലോൺ ഒക്കെ എന്താണ്, നമ്മൾ കാറ്റുകൾ എന്ന ടോപ്പിക്കിനകത്ത് കൃത്യമായിട്ട്, സൈക്ലോൺസ് എന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസുമായിട്ട് ബന്ധമുണ്ട് ഇതിന് ഒക്ലൂഡഡ് ഫ്രണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ എയർ മാസ് കൂടിച്ചേർന്നപ്പോൾ രണ്ട് കൂൾ അല്ലാതെ താരതമ്യേന തണുത്ത എയർ മാസുകൾ കൂടിച്ചേർന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട്, അല്ലെ, രണ്ട് താരതമ്യേന തണുത്ത എയർ മാസുകൾ കൂടിച്ചേർന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വാം എയർ മാസ് മുകളിലേക്ക് എത്തപ്പെട്ടു. സോ എത്ര വലിയ ക്ലൗഡ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. കാരണം തറയിൽ നിന്ന്, സർഫസ് ലെവലിൽ നിന്ന് അത്രയും ഉയരത്തിലേക്ക് കോൾഡ് എയർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഹൈറ്റിലേക്ക് ക്ലൗഡ് ഫോം ചെയ്യാന്നല്ലേ. ശക്തമായ മഴ ഇവിടെ ലഭിക്കും, അല്ലേ? കേട്ടോ, ശക്തമായ മഴ ഈ ഭാഗത്ത് ഒക്ലൂഡഡ് ഫ്രണ്ട്സിലും നമുക്ക് ശക്തമായ മഴ ലഭിക്കും. ഇത് നോക്കിയേ, രണ്ട് രീതി പറയാം ഈ ഒക്ലൂഡഡ് ഫ്രണ്ടിനെ. ഒന്ന്, ഇവിടെ കോൾഡ് എയർ, ഇത് കൂൾ എയർ. ആരാണ് തണുത്തത്, കോൾഡ് ആണ് തണുത്തത്. കോൾഡ് എയർ ഇങ്ങോട്ടേക്ക് ശക്തമായിട്ട് വരുമ്പോൾ അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന ഹോട്ട് എയർ റൈസ് ചെയ്യും. ഓക്കെ, ഹോട്ട് എയർ റൈസ് ചെയ്യും. ഗ്രൗണ്ട് ആര് ഒക്യുപ്പ് ചെയ്യും, ഈ കോൾഡ് എയർ കൂൾ എയർ ഇരുന്ന ഗ്രൗണ്ടും കൂടെ ഒക്യുപ്പ് ചെയ്യും. ഇനി നേരെ തിരിച്ച് പറയാം, ഇവിടെയാണ് കൂൾ എയർ ആണ് മൂവ് ചെയ്യുന്നത്, കോൾഡ് എയർ അവിടെ തന്നെ നിൽക്കുന്നു. കൂൾ എയർ എന്ന് പറഞ്ഞാൽ താരതമ്യം തണുപ്പ് കുറഞ്ഞതാണ്, കോൾഡ് എയർ ആണ് തണുപ്പ് കൂടിയത്. ഓക്കെ, കൂൾ എയർ ആണ് മൂവ് ചെയ്യുന്നത്. കൂൾ എയർ താരതമ്യേന തണുപ്പ് കുറവായതുകൊണ്ട് അത് ഇതിനെ ഒക്യുപ്പ് ചെയ്യാൻ പറ്റുമോ, കോൾഡ് എയർ ഇരുന്ന ഗ്രൗണ്ടിനെ ഒക്യുപ്പ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. പതുക്കെ അത് മുകളിലോട്ട് ഉയരും. ഈ കൂൾ എയർ താരതമ്യേന തണുപ്പ് കുറവാണല്ലോ കൂൾ എയറിന്, കോൾഡ് എയറിലെ തണുപ്പ് കൂടുതൽ, അപ്പൊ അതുകൊണ്ട് അത് ഗ്രൗണ്ടിൽ തന്നെ നിൽക്കും ഇങ്ങനെ. അതിന് മുകളിലേക്ക് ആര് വരും, ഈ കൂൾ എയർ വരും. അതിന് മുകളിലേക്കായിരിക്കും ആര്, വാം എയർ ഉള്ളത്. വാം എയറിന് ഇപ്പോഴും നിലത്ത് നിൽക്കാൻ പറ്റത്തില്ല, അല്ല, അത്രയും ഉയരത്തിലായിരിക്കും അത്. ഇതിനാണ് ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. രണ്ട് രീതിയിൽ അത് പറയുന്നു കേട്ടോ, അത്രേ ഉള്ളൂ. ഇത്രയുമാണ് നമുക്ക് എയർ മാസ് ആൻഡ് എയർ ഫ്രണ്ട് എന്ന ടോപ്പിക്കായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. ഞാൻ ആദ്യം എളുപ്പമെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇതിനുശേഷം ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസും എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസും ഒക്കെ ഈ എയർ മാസുമായി കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട്. അതുകൊണ്ട് നേരത്തെ ഇതങ്ങ് പറഞ്ഞു തന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. പ്ലസ് വണ്ണിലെ എയർ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന എയർ മാസ് അല്ലെങ്കിൽ ജനറൽ എയർ സർക്കുലേഷൻ, കാറ്റുകൾ എന്ന ടോപ്പിക്കിനകത്ത് എയർ മാസ് കിടക്കുന്നത്. ആ ഒരു പാഠത്തിനകത്ത് ഇതും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ടോപ്പിക്കാണ്, പഠിച്ചാൽ ഗുണം ചെയ്യും, ഉറപ്പായിട്ടും ഗുണം ചെയ്യും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക, പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഒരു എന്താ പറയുന്നത്, മാക്സിമത്തിലാണ് ഞാനിത് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഒരു അധ്യാപകന് ഒരു സംഗതി എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഒരു ഉദ്യോഗാർത്ഥിക്ക്, അതിൻ്റെ പരമാവധി ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്, അതിൻ്റെ പരമാവധി വർക്ക് ചെയ്തിട്ടാണ് ഞാനൊരു ക്ലാസ് തയ്യാറാക്കുന്നത്. എവിടുന്നൊക്കെ ഇപ്പം എനിക്കറിയാം നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞു തരുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത്, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്, ആ മേഖല ഏതാണെന്ന് എനിക്കറിയാം. അവിടെ ഒരു ക്ലാരിറ്റി വരുത്താനായിട്ടുള്ള നല്ല പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഞാൻ നടത്താറുണ്ട്. എങ്കിലും പലർക്കും കണക്ട് ചെയ്യാൻ പറ്റാതെ വരും പല കാര്യങ്ങളും. കാരണം അത്ര എളുപ്പമുള്ള വായിച്ച് പഠിപ്പിക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ലല്ലോ ഞാൻ പഠിപ്പിക്കുന്നത്. ഹിസ്റ്ററിയോ കോൺസ്റ്റിറ്റ്യൂഷനോ ഒന്നുമല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് ജിയോഗ്രഫിയാണ്. അതുകൊണ്ട്
അതിൻ്റെതായിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കൽ, ലോജിക്ക് മനസ്സിലാക്കലൊക്കെ ഇവിടെ ആവശ്യമാണ്. വിഷ്വലൈസേഷൻ നമുക്ക് ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഏത്? ജിയോഗ്രഫി പഠിക്കുക എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് ജിയോഗ്രഫി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമൻസിലൂടെ ചോദിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വരുന്ന ക്ലാസ്സുകളൊക്കെ ഞാൻ മറുപടികൾ തരുന്നതായിരിക്കും. താങ്ക് യു.